മൂത്രമൊഴിച്ചു എടുക്കാറില്ല പേട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇപ്പോൾ സമയം ഒരു 10 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. വേറൊന്നുമില്ല, അതിന് കാരണം ഇയാളാണ് ഗൈസ്. നേരത്തെ എണീച്ചിട്ട് ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ഒക്കെ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് കിടന്നതാണ്. പക്ഷെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ആൾക്കൊരു വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു, 10 ആഴ്ചൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പല്ലും ഒന്നും തേച്ച് എണീച്ച പാടന്നെ എന്താണ് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പം ലാക്കാക്കി കൊണ്ടുപോകണ്ടല്ലോ വിചാരിച്ചിട്ട്. അതിൽ പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കാര്യം ചെയ്തതാണല്ലോ. നേരത്തെ എണീച്ച് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിക്കാം. പല്ലേച്ച് ഞാൻ പല്ലേക്കാൻ പോവാണ്. അപ്പം ഞാൻ മുറ്റത്തു നിന്നോട്ടെ ഞാൻ പല്ലേക്കണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ അങ്ങനെയാണ് ഇഷ്ടം, പിന്നെ മുറ്റത്ത് നടന്നിങ്ങനെ പല്ലേക്കുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ 10 മണിക്കായി നമുക്ക് കുറച്ച് വെയിലും കിട്ടും, വൈറ്റമിൻ ഡി ഒക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. നടന്ന് പല്ലേക്കാനാണ് ഇഷ്ടം. അപ്പം ഇവിടെ നല്ല വൈബാട്ട് നടന്ന് പല്ലേക്കാനൊക്കെ നല്ല സുഖമാണ്. ഇവിടെ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തത്ര നേരം വൈകി എണീച്ചേ എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുണ്ടോ ഇവിടെ എന്താ പറയുക, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ തന്നെ പഴം പുഴുങ്ങിയതും അതേപോലെ ഒരു കോഴിമുട്ടയിട്ടൊക്കെ കഴിക്കുന്നു. പൊതുവെ ചായ കുടിക്കാറില്ല. ഇത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ചോറ് കഴിക്കും രാവിലെ. ആള് നല്ല ഉറക്കം കേട്ടോ. ഞാൻ വിചാരിച്ചു എണീപ്പിക്കേണ്ട, ഉറങ്ങിക്കോട്ടേന്ന്. ഇന്നലെ എന്താ പറയുക, ഭയങ്കര വാശിയായിരുന്നു കേട്ടോ രാത്രി. കാരണം വാക്സിൻ എടുത്തിട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ നല്ല പനിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അത്രയും പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഉറങ്ങാനും കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കി ഫീഡ് ചെയ്ത് അപ്പം അങ്ങനെ ഇരിക്കുന്നു. അപ്പം അവനും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം രാവിലെ ആയപ്പോൾ കുറച്ച് പനിക്കൊരു ആക്കുന്നുണ്ട്. ഇപ്പം ഉറങ്ങട്ടെ. ഇപ്പം ഉറങ്ങാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്താ പറയുക, ഞാൻ ജോലി എടുക്കുന്നൊന്നും കാണാൻ പറ്റില്ലട്ടെ. കാരണം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്. പിന്നെ എന്താണ്, എൻ്റെ കൊണ്ട് ഇപ്പോൾ 3 മാസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുപ്പിക്കാറില്ല. അപ്പോൾ ഒന്നും എടുപ്പിക്കാറില്ല കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ 3 മാസത്തേക്കൊക്കെ മാറാൻ പറ്റും, അറിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് ഫെബ്രുവരി 1 3 മാസം ആവാണ്, 90 ദിവസമാണ്. അപ്പം ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് കാണാൻ പറ്റുമായിരിക്കും. അപ്പം നിങ്ങളാരും ചിന്തിക്കേണ്ട, ഇവിടെ എന്താ വീട്ടിലൊരു പണി എടുക്കാറില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം എടുപ്പിക്കാറില്ല. അപ്പം അതാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയം ബോറടിക്കും. അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ഔട്ട് ഇങ്ങനെ വന്ന് കുറേ നേരം ഇരിക്കും. അവ ഉറങ്ങുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് അവൻ്റെ വിളിക്കുക. അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര റിലാക്സേഷൻ കേട്ടോ. എന്താ പറയുക, നല്ലൊരു സുഖമാണ്. ഞാൻ പറഞ്ഞാലും ഞാൻ ചായ കുടിക്കലില്ല. ഞാൻ പറയുന്നത് ചോറായിട്ട് തന്നെ. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ടില്ല, ഇന്ന് കുളിപ്പിച്ചിട്ടില്ല. ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് നനച്ച് തുടച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉണ്ട്. കുളിപ്പിച്ചില്ല, കാരണം വാക്സിൻ ഇട്ടതുകൊണ്ട് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുളിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടോ. കുളിപ്പിക്കാത്തതാണ് ഇഷ്ടം. കണ്ടാ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവനെ അമ്മൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. ഞാൻ എന്തായാലും ഇവനെ അമ്മൻ്റെ അടുത്ത് ഏൽപ്പിക്കാം. മൂത്രമൊഴിച്ചു ഗൈസ് ഇവനെൻ്റെ മടിയിൽ കണ്ടോ. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തിട്ട് അമ്മൻ്റെ അടുത്ത് കൊടുക്കട്ടെ. എന്തായാലും വേഗം എന്തായാലും കുളിച്ചിട്ട് വരട്ടെ. ഞാൻ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അവൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കാണുന്ന ഇങ്ങനെ എടുത്തിക്കണതാണ്. അപ്പം എനിക്കൊരു അത്ഭുതം, കാരണം ഇങ്ങനെ എടുക്കാൻ ഒരു പേടി ഉണ്ടാകുന്നുണ്ട് ആൾക്ക്. ഓക്കെ തിരിച്ചോണ്ടോക്കേട്ടാ. അങ്ങനെ ഏട്ടൻ പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ഇനി കുറച്ച് എൻ്റെ ചായ കുടിക്കാം, അങ്ങനെയൊക്കെ. അപ്പം കുറച്ച് സമയം കിടന്നുറങ്ങിച്ചു. മോൻ ഉറങ്ങാണ്. അപ്പം മോൻ്റെ കൂടെ കുറച്ച് സമയം ഉറങ്ങാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാനില്ലേ ഉറങ്ങാമെന്ന് വെച്ചപ്പോണ്ട് താഴെ നിന്ന് ഭയങ്കര സൗണ്ട്. അപ്പം അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് പോയിക്കില്ല, ഇല്ല എനിക്ക് ഉറക്കം കിട്ടൂല. എന്താക്കുന്നു പോയിക്കേട്ടോ. എല്ലാം ഇട്ട് ഈ കരിഞ്ഞെടുക്കണത് അല്ല, വെള്ളി കളറാണ്. എള്ളിൻ്റെ കളറാണ് കേട്ടത്. അപ്പം അമ്മ മറ്റേ നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് പൊടിപ്പിച്ചില്ലേ, അതുണ്ടാക്കട്ടോ. അപ്പം നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം.
അങ്ങനെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മണിക്കാവാനായിട്ടോ. ഞങ്ങൾ നടക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ സമയം കുറേ അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ കൊണ്ടിട്ട് ജസ്റ്റ് നടക്കലൊക്കെ ഉണ്ട് കേട്ടോ വെയിലത്ത്. പക്ഷെ എന്നത് കഴിഞ്ഞില്ല, ഇന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഇനിയിപ്പോൾ അനിയത്തി അവളായിരിക്കും തൊട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു പനിയുള്ള പോലെ ഉണ്ട്. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്ത് പാരസെറ്റമോൾ എടുത്ത് കൊടുക്കുക കേട്ടോ. പാരസെറ്റമോൾ പറഞ്ഞാൽ അത്ര വലിയ കാര്യം ഇഷ്ടമൊന്നുമില്ല. ഇനി എന്തേ പറയാ വെച്ചിട്ട് നെയ്യപ്പം ഇതെൻ്റെ ഫേവറേറ്റ് കേട്ടോ. നെയ്യപ്പം എന്തിനീ കുയ് അമ്മേൻ്റെ പൊന്നെണീച്ചോ? അമ്മേൻ്റെ പൊന്നെണീച്ചോ? പനിയുണ്ടോ? ഇല്ല കേട്ടോ. ഇപ്പം പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പനിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചത്. അപ്പം പാരസെറ്റമോൾ കൊടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വെച്ചു ചോറ് കഴിക്കാൻ വെച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, മീൻ പൊരിച്ചുണ്ട്, മീൻകറി ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് കിടന്നു പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ. അത് പുറങ്ങാണ്. ഇനി ഞാൻ 12 മണിക്കാകുമ്പോൾ എണീക്കും കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ എണീക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കാം. അതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.